ഹലോ SBO മെമ്പേഴ്സ്, നമുക്കിന്ന് മൈക്രോ ടാസ്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ SBO പ്രൊഫൈൽ ലോഗിൻ ചെയ്തതിന് ശേഷം ടുഡേ ടാസ്ക് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് 1 ഗോ ടു എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ടൈമർ വരും. ஹலோ SBO மெம்பர்ஸ், உங்களுக்கு ஒரு குட் நியூஸ். ടൈമർ തീരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ஒரு அருமையான ஃபீச்சர் கொண்டு வந்திருக்காங்க. அது என்னன்னா, ഈ നമ്മൾ ടൈമർ അവസാനിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗോ ടു ടാസ്ക് പേജ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിൽ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്നൊരു ഇത് കാണാം. നമ്മൾ ഇതിൽ തന്നെ കയറി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതായത് പ്ലേ സ്റ്റോറിൽ കയറി ഡയറക്റ്റോ വേറെ ആരെങ്കിലും റെഫറൽ ലിങ്ക് വഴിയോ നമ്മളെ ബൈ മോഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. കാര്യം ഡയറക്റ്റ്, അതായത് നമ്മുടെ പ്രൊഫൈലിൽ കയറി ഡൗൺലോഡ് എന്നൊരു ഇതുണ്ട്, അതുവഴി കയറി തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബൈമോട്ടോ ഈ ഷോപ്പിങ്ങിൻ്റെ ആപ്പ് ഡയറക്റ്റ് വന്നിട്ടുണ്ട്. കാര്യം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ്, അതായത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് തന്നെ സെലക്ട് ചെയ്യാതിരിക്കുക. വേറെ പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം പ്രോഡക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഫേസ്ബുക്കിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ സെലക്ട് ചെയ്യുക. നമ്മുടെ ഗാലറിയിൽ ഇത് വരും. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. പ്രോഡക്റ്റിനെ കുറിച്ച് 2 വാക്ക് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതായത് പ്രോഡക്റ്റിനെ കുറിച്ച് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളെ സൈറ്റിൽ വരിക. ഇതിൽ നമുക്കിപ്പം 3 ഹാഷ്ടാഗുകൾ തന്നിട്ടുണ്ട്. അതായത് #BuyMotos, ഈ 3 ഹാഷ്ടാഗും ടാഗ് ചെയ്തതിന് ശേഷം പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തതിന് ശേഷം താഴെ ഈ ഷെയർ എന്നൊരു ഓപ്ഷൻ കാണും. ഇതിൽ ഈ ലിങ്ക് കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മളെ ടൈറ്റിൽ ബൈമോട്ടോസ് ഈ ഷോപ്പിംഗ് ചൂസ് ടൈപ്പ് ഫേസ്ബുക്ക്. ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഫേസ്ബുക്ക് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഫേസ്ബുക്കിൽ നിന്ന് കോപ്പി ചെയ്ത്
URL കോപ്പി ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടാസ്ക് ഇതിൽ കംപ്ലീറ്റ് ആകും. ഇതിപ്പോൾ ഫേസ്ബുക്കിലാണ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ സെൻറ്ററിൽ ഇത് ടച്ച് ചെയ്യുക, പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹാഷ്ടാഗ് ചെയ്യുക, ബൈ മോട്ടോ ഷോപ്പ്, ഹാഷ്ടാഗ് ബൈ മോട്ടോ ആപ്ലിക്കേഷൻ, ഹാഷ്ടാഗ് ബൈ മോട്ടോ. ഷെയർ പോസ്റ്റ് ഷെയർ ചെയ്യുക. ഇതിൽ കോപ്പി ലിങ്ക് എന്നൊരു ഓപ്ഷനുണ്ട്. ലിങ്ക് കോപ്പി ചെയ്യുക. എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അതുപോലെ ഇത് ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ആണെങ്കിൽ അത് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഡാഷ്ബോർഡിൽ ഇതിലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ദിവസത്തെ നമ്മൾ സബ്മിറ്റ് ദിവസം കൊടുത്ത് അതിൻ്റെ എമൗണ്ട് ഇവിടെ നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് ടാസ്ക് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ട് ഇതിൽ കാണിക്കുന്നതായിരിക്കും.